എല്ലാവർക്കും ഫയൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും എന്താണ് ഫയലെന്നും ഫയലിന്റെ വിവിധ തരങ്ങൾ എന്താണെന്നും ഫയലിന്റെ ആട്രിബ്യൂട്ട് എന്തൊക്കെയാണെന്നും ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് ഫയലിനെ ആക്സസ് ചെയ്യാൻ കഴിയുക എന്നും തുടങ്ങിയ ഫയലുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് എന്താണ് ഒരു ഫയൽ എന്ന് നോക്കാം. എപ്പോഴാണോ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് പിന്നെ നമുക്ക് പിന്നീട് ഒരാവർത്തി ഉപയോഗിക്കാനായിട്ട് ആവശ്യം വരിക, അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഡേറ്റ ഫയലിൽ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആകാം, ചിലപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആകാം, സീക്വൻസ് ഓഫ് ലൈൻസ്, റെക്കോർഡ്സ്, എന്തും ആകാം. പക്ഷെ എന്താണ് അതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്, അത് നിർവഹിച്ചിരിക്കുന്നത് ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളും ഫയൽ ഉപയോഗിക്കുന്ന ആളുമാണ് തീരുമാനിക്കുന്നത് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏത് തരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആദ്യമായി ഫയലിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്താണെന്ന് പരിശോധിക്കും. ഫയൽ സ്ട്രക്ചർ ഷുഡ് ബി അക്കോർഡിംഗ് ടു എ റിക്വയർഡ് ഫോർമാറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു സ്ട്രക്ചറാണ് ആ കൺസേൺഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയലുകൾ ഫോളോ ചെയ്യും. അപ്പോഴൊരു കാര്യം വ്യക്തമാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ഫയലിന്റെ സ്ട്രക്ചറും വ്യത്യാസപ്പെട്ടു. ഫയൽ ഹാസ് എ സർട്ടൻ ഡിഫൈൻഡ് സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടൈപ്പ്. പല ടൈപ്പിലുള്ള ഫയലുകളുണ്ട്, 1-2 ടൈപ്പ് അല്ല, there are plenty of ഫയൽ ടൈപ്സ് ആണ് അവൈലബിൾ. അപ്പോൾ അതിനുള്ളിൽ ഓരോന്നിനകത്തും ഇപ്പം ഒരു വീഡിയോ ഫയലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ രീതിയിലായിരിക്കില്ല ഒരു ഓഡിയോ ഫയലിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുക, അതേ രീതിയിലായിരിക്കില്ല ടെക്സ്റ്റിനകത്ത് ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വേർഡിന്റെ ഡോക്യുമെന്റ്, എക്സൽ ഡോക്യുമെന്റ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുക. ഇവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഡിപ്പെൻഡ്സ് അല്ലെ ഓൺ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഫയൽ ആയിരിക്കും, ടെക്സ്റ്റ് ഫയലിനകത്ത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ലൈൻസ്. അപ്പോൾ ടെക്സ്റ്റ് ഫയൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും. എന്നാൽ സോഴ്സ് ഫയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സോഴ്സ് ഫയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒരു സോഴ്സ് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഫങ്ഷൻസ്. മറിച്ച് ഒരു ഓബ്ജക്റ്റ് ഫയൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, .obj എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാണുക സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആണ്. പക്ഷെ ആ ബൈറ്റ്സ് എല്ലാം ബ്ലോക്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ഈ ബൈറ്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നുള്ള കാര്യം അതാത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമേ, അല്ലെങ്കിൽ അതാത് മെഷീനിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് കാണാനായിട്ട്. അതാണ് ഒബ്ജക്റ്റ് കൊണ്ട് പ്രത്യേകത. ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫൈൻസ് ഡിഫറെന്റ് ഫയൽ സ്ട്രക്ചേഴ്സ്, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് എ കോഡ് ടു സപ്പോർട്ട് ദീസ് ഫയൽസ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പല ഫയലുകളെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ആ ഫയലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില പ്രോഗ്രാമുകളുടെ ആവശ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനിവാര്യമാണെന്ന് പറയാതിരിക്കാൻ തരം. ഏതൊരു ഫയൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ആ ഫയലിന് കുറെ അധികം ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. ആ ആട്രിബ്യൂട്ട്സ് ആണ് അത് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആയിരിക്കില്ല വേറെ. ലിനക്സിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകൾ അവ ആ രീതിയിലായിരിക്കണമെന്നില്ല വിൻഡോസിനകത്ത്. പക്ഷേ സാധാരണയായി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ ഫയൽ ആട്രിബ്യൂട്ടുകളുണ്ട്. ആ ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന് നെയിം. ഏതൊരു ഫയൽ ഉണ്ടാകണമെങ്കിലും ആ ഫയലിനൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കണം. അതിന് ഫയൽ നെയിം എന്ന് പറയും. ഫയൽ നെയിം എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറി നോക്കിക്കഴിഞ്ഞാൽ യൂസറിന് മനസ്സിലാവും എന്തൊക്കെ ഫയലുകളാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഫയൽ നെയിം നമ്മൾ കൊടുക്കും. ഇപ്പൊ സ്ക്വയർ റൂട്ടിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ strt.c എന്ന് കൊടുക്കും. അതായത് ഇതൊരു സി പ്രോഗ്രാം ആണെന്ന്, ഇതൊരു പ്രോഗ്രാം ഫയൽ ആണെന്ന്, ഇത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം ആണെന്ന് ഒരു യൂസറിന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഐഡന്റിഫിക്കേഷൻ പർപ്പസ് മാത്രമേ അതിനകത്തുള്ളൂ എന്ന് കരുതുക. രണ്ടാമതായി ഐഡന്റിഫയേഴ്സ് വരുന്നു. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഫയൽ ദിസ് ഡിനോട്ട്സ് എ ഫയൽ നെയിം ഫോർ എ ഫയൽ സിസ്റ്റം. അപ്പോൾ ഇതൊരു യുണീക്ക് നമ്പറാണ്, ആക്ച്വലി ഒരു യുണീക്ക് നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഫയലിനെ എന്ത് ഫയലാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ യൂസർ മനസ്സിലാക്കുന്നത് അതിന്റെ പേര് ഉപയോഗിച്ചാണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കണ്ടിൽ കാണുന്നത് ഓരോ ഫയലിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡി ഉണ്ട്. ആ ഐഡി ഉപയോഗിച്ചാണ് ആ ഫയൽ ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഫയലിന്റെ ടൈപ്പ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫയൽസ് ഉണ്ടെങ്കിൽ ആ ടൈപ്പിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഓരോ ഫയലിന്റെയും ടൈപ്പ് എന്താണെന്ന് അത് ഡിനോട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അത് തുറക്കാൻ സജ്ജമായിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ.
ഉദാഹരണം, ഒരു വേർഡിൽ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം നിങ്ങൾ എക്സലിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആകണമെന്നില്ല അല്ലെ. അപ്പോൾ അത്തരത്തിൽ സിയുടെ ഒരു പ്രോഗ്രാം നമ്മൾ പോയിട്ട് വേറൊരു സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുക. കാരണം അതിന് മനസ്സിലാകുന്നില്ല ഈ ടൈപ്പ് എന്താണ്. പിന്നെ വരുന്ന ലൊക്കേഷനാണ് വേറൊരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈ ലൊക്കേഷനാണ് ഫിസിക്കലായിട്ട് ഫയൽ ഏത് സ്ഥലത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഏത് ഡിവൈസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ലഭ്യമാക്കുക. പിന്നെ വരുന്ന സൈസ് ആണ് ഒരു ആട്രിബ്യൂട്ട് അല്ലെ. സൈസും എന്ന് പറയുന്നത് ഡിഫൈൻസ് സൈസ് ഓഫ് ദ ഫയൽ ഇൻ ബൈറ്റ്സ്, വേർഡ്സ് അല്ലെങ്കിൽ ബ്ലോക്സ് ആയിട്ട്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സൈസിന്റെ ഒരു മാക്സിമം ലിമിറ്റ് വേണം. അതിനേക്കാൾ വലിയൊരു ഫയൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഈ ഫയലിന്റെ സൈസ് എത്ര. പിന്നെ വരുന്നത് പ്രൊട്ടക്ഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓരോ ഫയലും ആർക്കൊക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഞാൻ കരുതുന്നു ഇത് മറ്റുള്ളവർ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആരും ഇതിനെ മോഡിഫൈ ചെയ്തത്. അത്തരത്തിലുണ്ടെങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ആട്രിബ്യൂട്ടിൽ അത് കൊടുത്താൽ മാത്രം മതിയാകും. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയലാണ്, മറ്റൊരാൾക്കും ഇതിനകത്ത് മോഡിഫൈ ചെയ്യാനോ റൈറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അപ്പോൾ അത്തരത്തിലുള്ള അധികാരം കൊടുക്കാനായിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഓരോ ഫയലിലും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ടൈം ആൻഡ് ഡേറ്റ്, യൂസർ ഐഡന്റിഫിക്കേഷനും അല്ലെ, സ്കെച്ച് ഫോർ ക്രിയേഷൻ അല്ലെ, എപ്പോഴും ക്രിയേറ്റ് ചെയ്തു, എപ്പോഴും ലാസ്റ്റ് മോഡിഫൈ ചെയ്തു ഈ ഫയൽ, അവസാനം ഉപയോഗിച്ചത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സലേനിയസ് മറ്റ് ഇൻഫർമേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആട്രിബ്യൂട്ടുകൾ ഉണ്ടാകാം. കോമൺ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉണ്ടാകാം, കുറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപ്പെൻഡന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ഫയൽ ഓപ്പറേഷൻസ് ആണ് പോസിബിൾ. നിങ്ങൾക്ക് ഒരു സർക്കാർ ഓഫീസ് എന്നിരിക്കും, അവിടെ ഒരു ഫയൽ ഉണ്ട്. ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പോസിബിൾ എന്ന് പറയുന്നത് ക്രിയേഷൻ എ ഫയൽ. ഒരു പുതിയൊരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു പുതിയൊരു ഫയൽ ഉണ്ടാകണം. അപ്പോൾ അതിന് ആ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ക്രിയേറ്റിംഗ് എ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിംഗ് എ ഫയൽ എന്ന് പറയുമ്പോൾ ആ ഫയലിന് റെസ്പോണ്ടിങ് ആയിട്ട് എവിടെയാണോ സ്പേസ് അലോട്ട് ചെയ്യുന്നത് അവിടെ സ്പേസ് അലോട്ട് ചെയ്യണം. എത്ര സ്പേസ് വേണം, അത് ഏത് ഡയറക്ടറിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ. അപ്പോൾ അതിന്റെ ലൊക്കേഷൻ എന്താണ്. ഒരു ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ അറിയണം. ഓഫീസിലും അതാ സംഭവിക്കുന്നത്. ഫയലിനൊരു പേര് എഴുതുന്നു, ഫയൽ എടുക്കുന്നു, ഫയലിനൊരു നെയിം കൊടുക്കുന്നു. എന്തിനാ? തിരിച്ചറിയാം. പിന്നെ അത് ഏത് സെഷനിലെ ഫയലാണ്, അത് എവിടെയാണ് വയ്ക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതാണ് ക്രിയേഷൻ ഓഫ് ഫയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്പറേഷനാണ് റീഡിങ് എ ഫയൽ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ then next time you want to read data from that file. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ ആ ഫയൽ എവിടെയെന്ന് അറിയണം. നമ്മൾ ആ ഫയലിന്റെ പേര് പറയണം, ഏത് ഫയലാണ് എടുക്കേണ്ടത്. ഓഫീസർ ക്ലർക്കിനോട് ഒരു പിയുടെ പറയുന്ന ഒരു ഫയൽ പ്രത്യേകിച്ച് എടുക്കാൻ പറയും. യു വോണ്ട് ടു റീഡ് ദാറ്റ് ഫയൽ. ഫോർ ദാറ്റ് പർപ്പസ് അദ്ദേഹം പറയും ഏത് ഫയലാണ് എനിക്ക് എടുക്കേണ്ടത്, അത് എവിടെയാണ്, ഏത് സെഷനിലെ ഫയലാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. നെയിമും നിങ്ങൾ ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുത്തു കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ഫയൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയും. അപ്പൊ റീഡ് ചെയ്യുന്നതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് റീഡ് പോയിന്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സാധനം വായിക്കുമ്പോൾ ചെറുതിലേക്ക് വായിക്കുമ്പോൾ ചൂണ്ടുവരൽ ഇങ്ങനെ വായിക്കുന്ന വാക്കുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് വായിക്കുന്നത് പോലെ കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ റീഡ് പോയിന്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ റീഡ് പോയിന്റർ ആദ്യം ഫയലിന്റെ തുടക്കത്തിലായിരിക്കും. റീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ റീഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ പോയിന്റർ നീങ്ങിക്കൊണ്ടിരിക്കും. എവിടെയാണോ പോയിന്റർ നിൽക്കുന്നത് അവിടെ ആ സ്ഥലത്തുള്ള വാക്കായിരിക്കും കമ്പ്യൂട്ടർ അപ്പോഴും വായിച്ചെടുക്കുക. സോ അതായത് റീഡ് പ്രോസസ് നടക്കുന്നതിനനുസരിച്ച് റീഡ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുമ്പോഴും റീഡ് പോയിന്റ് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഫയൽ ഓപ്പറേഷനാണ് റൈറ്റിംഗ് എ ഫയൽ. നിങ്ങൾക്കൊരു ഫയലിനകത്ത് ഒരു സാധനം എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ എഴുതണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാല് ഏത് ഫയലിലാണ് എഴുതേണ്ടതെന്ന് അറിയണം, എന്താണ് എഴുതേണ്ടതെന്ന് അറിയണം, വാട്ട് ടു ബി റിട്ടൺ. സോ കണ്ടന്റ് എന്താണ് എഴുതേണ്ട, കണ്ടന്റ് ഏത് ഫയലിലാണ് എഴുതേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഓരോ റൈറ്റ് പ്രോസസ്സിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിന് ഒരു പോയിന്റർ ഉണ്ട്. പോയിന്റർ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് അവിടെയുള്ള ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ കഴിയുക. നമ്മൾ പെന്നെടുത്തിട്ട് ബുക്കിനകത്ത് ഒരു പ്രത്യേക ലൊക്കേഷനിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് എഴുതി തുടങ്ങുന്നത്. റൈറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ദ പോയിന്റർ ടു എ പർട്ടിക്കുലർ ലൊക്കേഷൻ വേർ ഫ്രം യു വോണ്ട് ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റ് പോയിന്റർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
മൂന്ന് ഓപ്പറേഷൻ നമ്മൾ കണ്ടു. ഫയൽ ഓപ്പറേഷൻ, ക്രിയേഷൻ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. Then we are moving to the next operation, deleting a file. ഒരു ഫയലിന്റെ ഉപയോഗം കഴിഞ്ഞ് യു വോണ്ട് ടു ഡിലീറ്റ് ഇറ്റ് അല്ലേ? അപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ സ്പേസ് നമുക്ക് ഫ്രീ ആക്കണം. എന്നാൽ മാത്രമേ ആ സ്പേസ് മറ്റുള്ള ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീ ആക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ വേറെ ആർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ വേസ്റ്റ് ആയിട്ട് മാറും എന്ന് കാണാനായിട്ട് കഴിയും. അഞ്ചാമത്തെ ഓപ്പറേഷനാണ് റീപൊസിഷനിങ് എ ഫയൽ. ഇതിനെ നമ്മൾ പറയുന്നത് സീക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. കറണ്ട് ഫയൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് എൻട്രിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനെ വേറൊരു വാല്യൂയിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് റീപൊസിഷനിങ് പോസിബിൾ ആയിട്ടാണ് ആ വാല്യൂ, ഫയൽ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ വരുന്നതാണ് ട്രങ്കേഷൻ ഓഫ് എ ഫയൽ. ട്രങ്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റിംഗ് ഡേറ്റ ഫ്രം എ ഫയൽ. അവിടെ ശ്രദ്ധിക്കണം, വിത്തൗട്ട് റിസ്റ്റോറിംഗ് ഓൾ ഇറ്റ്സ് ആട്രിബ്യൂട്ട്, എല്ലാ എന്റെ ആട്രിബ്യൂട്ടുകളും നശിപ്പിക്കാതെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നതിന് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. അത്തരം ഫയലുകൾ നിങ്ങൾ ട്രങ്കേറ്റ് ചെയ്ത ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഫയലിന്റെ നെയിം ആട്രിബ്യൂട്ട് അവിടെ കാണും, സൈസ് ആട്രിബ്യൂട്ട് കാണും. പക്ഷേ സൈസ് ആട്രിബ്യൂട്ടിൽ അവിടെ കാണും റീസെറ്റ് ടു 0, ഫയൽ ലെങ്ത് റീസെറ്റ് ടു 0. അതായത് ഇതിനകത്തൊന്നും ഇല്ല. ആൻഡ് ദ ഫയൽ കണ്ടന്റ്സ് ആർ എറൈസ്ഡ്. ഫയൽ കണ്ടന്റ്സ് മുഴുവൻ എറൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴതില് അതിനെ എറൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ട്രങ്കേഷനിൽ ഫയൽ നെയിം അവിടെ നിലനിൽക്കുന്നുണ്ട്. റെസ്റ്റ് ഓഫ് ദി ആട്രിബ്യൂട്ട്സ് റിമൈൻ ദ സെയിം. ഇനി നമുക്ക് ചില ഫയൽ ടൈപ്പുകളെ പരിചയപ്പെടാം. ഫയൽ ടൈപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പലതരം ഫയലുണ്ട്. ഇപ്പൊ ഇവിടെ കാണാനായിട്ട് കഴിയും, ഞാൻ കുറേയധികം ഫയലുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .exe, .com, .bin എന്നൊക്കെ എക്സ്റ്റൻഷൻ വരുന്ന ഫയലുകളാണ് എക്സിക്യൂട്ടബിൾ ഫയൽസ്. സ്വാഭാവികമായിട്ട് അവയൊക്കെ തന്നെ റീഡ് ടു റൺ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് അത് സിസ്റ്റത്തിലെ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമാണ്, ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് ഈ എക്സി പ്രോഗ്രാം. ഒബ്ജക്റ്റ് ഫയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സി പ്രോഗ്രാം എഴുതുന്നു, അത് കമ്പൈൽ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പൊ ടെസ്റ്റ്.c ആണെങ്കിൽ test.obj എന്ന് പറയുന്ന ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് കമ്പൈലേഷൻ കഴിഞ്ഞിട്ട് മെഷീൻ ലാംഗ്വേജിന്റെ അല്ലെ ഒരു മെഷീൻ കോഡ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് ഫയലിന് നേരിട്ട് സിസ്റ്റത്തിന് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഫയൽസ് നമ്മൾ .c, .java, .pass, .asm അങ്ങനെ കാണുന്ന ഫയലുകളെല്ലാം സോഴ്സ് കോഡ് ഫയലാണ്. ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് ആണ്, ഓരോ ലാംഗ്വേജിനും ഓരോ എക്സ്റ്റൻഷനായിരിക്കും. പിന്നെ ബാച്ച് ഫയൽ ഉണ്ട്, ബാച്ച് .bat, .sh ഒക്കെ എക്സ്റ്റൻഷൻ വരുന്ന ബാച്ച് ഫയൽസ്. അവയൊക്കെ തന്നെ കമാൻഡ് ഇന്റർപ്രറ്റർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കമാൻഡ്സ് ഉൾക്കൊണ്ടതാണ് ഈ ബാച്ചും ഫാറ്റ് ഫയലും ഒക്കെ. പിന്നെ ടെക്സ്റ്റ് ഫയൽ ഡോക്യുമെന്റ് .txt, .doc. സാധാരണ നമ്മൾ ഓഫീസ് ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് txt. പിന്നെ വേർഡ് പ്രോസസറിന്റെ WP വരുന്നുണ്ട്, അല്ലെ വേർഡ് പെർഫെക്റ്റ്, .tx, ടെക്സ്റ്റ് വരുന്നുണ്ട്, RRF വരുന്നുണ്ട്, DOC, പല രീതിയിലുള്ള വേർഡ് പ്രോസസ്സേഴ്സ്. പിന്നെ ആർക്കി ഫയൽ ഉണ്ട് അല്ലെ, ആർക്കീവ് ചെയ്യാൻ നമ്മൾ കുറെ ഫയലുകൾ ഒരുമിച്ച് ചേർത്ത് വെക്കാനായിട്ട്, എന്നിട്ട് ഒരു പേരിൽ കൊടുക്കാനായിട്ട് ടാർ, സിപ്പും ARC ഉപയോഗിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അല്ലെ, ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾ കംപ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ മൾട്ടിമീഡിയ MPEG മൂവി പോലുള്ള മൾട്ടിമീഡിയ ഫയൽ ഓഡിയോ വീഡിയോ ഇൻഫർമേഷൻ സൂക്ഷിച്ചിരിക്കും. സ്വാഭാവികമായിട്ടും ഇവയുടെ കണ്ടന്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കും, കാരണം ഇവയുടെ ഉപയോഗവും വ്യത്യസ്തമായിരിക്കും. ഇത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫയൽ ആക്സസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഫയലിന്റെ ഇൻഫർമേഷൻ പലതരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. സാധാരണ ഉപയോഗിക്കുന്ന രീതിയാണ് സീക്വൻഷ്യൽ ആക്സസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഫയൽ ഈസ് പാസ്ഡ് ഇൻ ദ ഓർഡർ അല്ലെ, യൂസിങ് സീക്വൻഷ്യൽ ആക്സസ്. സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സീക്വൻഷ്യൽ ആയിട്ട് നിങ്ങൾ വൺ ആഫ്റ്റർ അനദർ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നു, അതിനെ അതേ രീതിയിൽ നിങ്ങൾ തിരിച്ചെടുക്കുന്നു. The file records are accessed one after another അല്ലെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ആക്സസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഫയൽ സിസ്റ്റം സച്ച് ആസ് എഡിറ്റേഴ്സ്, കമ്പൈലേഴ്സ് എക്സെട്ര യൂസ് സീക്വൻഷ്യൽ ആക്സസ്. സാധാരണ എഡിറ്റേഴ്സും കമ്പൈലേഴ്സും ഒക്കെ ചെയ്യുന്നത് ഈ സീക്വൻഷ്യൽ ആയിട്ടുള്ള ആക്സസ് ആണ്. സാധാരണ ഇതൊരു മാഗ്നറ്റിക് ടൈപ്പ് മോഡൽ ഓഫ് എ ഫയൽ എന്ന് പറയുന്നത്. സോ ക്യാൻ ബി യൂസ്ഡ് വിത്ത് സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസസ് ആസ് വെൽ ആസ് റാൻഡം ആക്സസ്. അപ്പോൾ ഈ ടേപ്പ് മോഡലാണ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ കാസറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ടേപ്പ് പോലെ കാസറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൽ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത്രയും വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനടുത്ത പാട്ട് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ആ ഓർഡറിലും ആക്സസ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് 10ാമത്തെ പാട്ട് പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ ടേപ്പ് റെക്കോർഡിൽ ഉപയോഗിക്കുന്ന കാസറ്റിൽ അത് സാധ്യമല്ല. അത്രയും സാധനം വൈൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ.
അപ്പോൾ അത് സീക്വൻഷ്യൽ ആക്സസിന് എക്സാമ്പിൾ ആണ്. ഈ പിക്ചർ നോക്കിയാൽ അറിയാം, സീക്വൻഷ്യൽ ആക്സസ് ഒരു ടൈപ്പ് ഫയൽ പോലെയാണ് അല്ലെ. ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബിഗിനിങ് ആൻഡ് എൻഡിങ് കാണും. അതിലൊരു പോയിന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ അത് റീഡ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് റീഡ് പോയിന്റ് ആവുന്നു, റൈറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് പോയിന്റ് ആവുന്നു. സീക്വൻഷ്യൽ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ആണ് ഇതിന് പോസിബിൾ. ഫയലിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് സീക്വൻഷ്യൽ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഫയലിന്റെ എൻഡ് എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ബാക്ക്, റീവൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം എത്താൻ പറ്റും. പഴയ ടേപ്പ് റെക്കോർഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അത് പ്ലേ ചെയ്യണമെങ്കിൽ റീവൈൻഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. റീഡ് റൈറ്റ് ഓപ്പറേഷൻ ദ ഫയൽ ക്യാൻ ഓൺലി ബി ഡൺ ഇൻ സീക്വൻഷ്യൽ മാനർ മാത്രമേ ഇതിനകത്ത് സാധിക്കത്തുള്ളൂ. ഫയൽ ക്യാൻ റീസെറ്റ് ടു ദ ബിഗിനിങ് ഓർ റീവൈൻഡ് അറ്റ് ആസ് റിക്വയർഡ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ റീവൈൻഡ് ചെയ്യാനോ റീസെറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഇതിനകത്ത് കാണാൻ കഴിയൂ. രണ്ടാമത്തെ ഡയറക്റ്റ് ആക്സസ്. ഗ്രാമഫോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് ആക്സസ് ആണ്. എനിക്ക് അഞ്ചാമത്തെ പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ അതിന്റെ ഹെഡിങ്ങിനെ പൊക്കിയിട്ട് അഞ്ചാമത്തെ ട്രാക്കിൽ ഇട്ടാൽ മതി, അഞ്ചാമത്തെ പാട്ട് പ്ലേ ചെയ്യും. നോട്ട് സീക്വൻഷ്യൽ, നിങ്ങൾക്ക് ഒരേ ഓർഡറിൽ തന്നെ ഫോളോ ആക്സസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡയറക്റ്റ് ആക്സസ് ഓർ റിലേറ്റീവ് ആക്സസ് ഫയൽസ് ക്യാൻ ബി ആക്സസ് ഇൻ റാൻഡം അല്ലെ. അപ്പോൾ റാൻഡം ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. The direct access model is based on disk model of a file. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ ഗ്രാഫോൺ പറഞ്ഞത്. നേരത്തെ ടേപ്പ് മോഡലുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്, സീക്വൻഷ്യൽ ആണെങ്കിൽ. ഇവിടെ ഡയറക്റ്റ് ആക്സസ് മോഡൽ എന്ന് പറയുമ്പോൾ അത് ഡിസ്ക് മോഡലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം റാൻഡം ആയിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ഫയൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എനി ഓഫ് ദീസ് ആർബിട്രറി ബ്ലോക്സ് ക്യാൻ ബി റീഡ് ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്കിനെ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, we may read block 8 ആദ്യം 8th ബ്ലോക്ക് റീഡ് ചെയ്യുന്നു, then write into block 10, then 10th ബ്ലോക്കിൽ റൈറ്റ് ചെയ്യുന്നു, then read block 15. any order you can read. Direct access system is quite useful and mostly databases are of this type. സാധാരണ ഡേറ്റാബേസ് ഒക്കെ ഡയറക്റ്റ് ആക്സസ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ആക്സസ് റെക്കോർഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അതിലേക്ക് ആലോചിച്ച് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം റെക്കോർഡ്സ് ഒരു ഫയലിനകത്ത് ഉണ്ടെങ്കിൽ അത് സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ 9 ലക്ഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഫയൽ ആക്സസ് ആണെങ്കിൽ 9 ലക്ഷം എനിക്ക് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ, വൈൻഡ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് അതിനടുത്ത നമ്പറിലേക്ക് എത്താൻ കഴിയും. പക്ഷെ ഡയറക്റ്റ് ആക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ എത്താൻ കഴിയും. അതുകൊണ്ട് സാധാരണയായി ഡേറ്റാബേസുകൾ ഈ ഡയറക്റ്റ് ആക്സസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെയും ബിഗിനിങ് എൻഡിങ് ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഫയൽ ഈസ് റിട്ടേൺ സീക്വൻഷ്യലി ആക്ച്വലി. പക്ഷെ ഇവിടെ ഫയൽ പോയിന്റർ ഉണ്ട് നേരത്തെ പോലെ. പക്ഷെ ഫയൽ പോയിന്റർ ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്യാൻ കഴിയും. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിയും. ആ ലൊക്കേഷനിൽ നിന്ന് പോയിട്ട് അവിടുത്തെ ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. The file pointer can be positioned randomly as required for read and write operation. This can be done without any particular order and positioning in position. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്ന് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏത് ഓർഡറിലും യഥേഷ്ടം നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ മറ്റുള്ള ആക്സസ് മെത്തേഡ്സ് ഉണ്ട്. ആ ആക്സസ് മെത്തേഡുകളൊക്കെ തന്നെ ഈ നിലവിലെ 2 ആക്സസ് മെത്തേഡുകളിൽ ബേസ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഇവയുടെ മേളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് ആണ്. ജനറലി ഇൻവോൾവ് ക്രിയേഷൻ ഓഫ് ഇൻഡെക്സ് ഫയലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് ആക്സസ്. ഇൻഡെക്സ് ആക്സസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീപ് ആൻ ഇൻഡെക്സ് ഇൻ മെമ്മറി ഫോർ ഫാസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ലൊക്കേഷൻ ഓഫ് ഡേറ്റ ടു ബി ഓപ്പറേറ്റഡ് ഓൺ. അതായത് ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഓരോ ബ്ലോക്കും എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്ലോക്കിന്റെ അഡ്രസ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിൽ കാണുന്ന ഇൻഡെക്സ് പേജ്. എന്തിനാ ഇൻഡെക്സ് പേജ് കീപ്പ് ചെയ്യുന്നത്? വളരെ വേഗതയിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വേർഡിനെ പറ്റിയുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് പേജിൽ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് പേജ് നമ്പർ കിട്ടും. എന്നിട്ട് നമുക്ക് ആ പേജിലേക്ക് നേരിട്ട് പോകാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ ഇൻഡെക്സ് ഫയലിനകത്ത് ദേ ആർ കീപ്പിംഗ് ആൻ ഇൻഡെക്സ് ലൈക്ക് ദിസ്. പ്രധാനപ്പെട്ട പേജുകളുടെ ഒക്കെ അല്ലെ, ബ്ലോക്കുകളുടെ ഒക്കെ പേരും അതിന്റെ ആ ബ്ലോക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എവിടെയാണെന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടേബിൾ കാണാം, ഇൻഡെക്സ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ടേബിളിന്റെ ഇൻഡെക്സ് വലുതായി കഴിഞ്ഞാൽ അല്ലെ, ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ പുസ്തകത്തിന് 500 പേജാണെന്ന് വിചാരിക്കാം. അതിലുള്ള മിക്ക വാക്കുകളും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 300 പേജുള്ള ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നു വിചാരിക്കാം. അതിന് വല്ല ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. പിന്നെ ഇൻഡെക്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ അതിനേക്കാൾ സമയം വേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ഇവിടെ പറയുന്നത് ഇൻഡെക്സ് ലാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇൻഡെക്സിന്റെ വേറൊരു ഇൻഡെക്സ് ഉണ്ടാക്കണം. റൈറ്റ്, പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കാണാനായിട്ട് കഴിയുമ്പോൾ വി ആർ കീപ്പിംഗ് ആൻ ഇൻഡെക്സ് ഫയൽ അല്ലെ, ഇൻഡെക്സ് ആൻഡ് റിലേറ്റീവ് ഫയൽ എന്നാണ് ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ സ്മിത്ത് എന്ന് പറയുന്ന ഡേറ്റ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് അഡ്രസ് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് സ്മിത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലെ. ആ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുക ഈ ഭാഗത്ത്. നമ്മൾ ബുക്കിൽ പേജ് നമ്പർ എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ഇൻഡെക്സ് കിട്ടും. ഇതാണ് ഒരു അതർ ആക്സസ് മെത്തേഡ്സിനകത്ത് പറയാനായിട്ട്. ഇത് നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ടറി സ്ട്രക്ചറിനെ പറ്റിയാണ്. ഈ ഫയൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്ടറിയുടെ ആവശ്യം ഉണ്ടായി വരുന്നു അല്ലേ.
കളക്ഷൻ ഓഫ് ഫയൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് എ ഫയൽ ഡയറക്ടറി. ഡയറക്ടറിക്ക് നമ്മൾ നേരത്തെ ഫയലിൽ പറഞ്ഞതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, അതിന് ഓണർഷിപ്പ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടറിക്കും ബാധകമാണെന്ന് കാണാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ എസ്പെഷ്യലി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റോറേജ് ഈസ് മാനേജ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും സാധാരണ ഇവയൊക്കെ മാനേജ് ചെയ്യുക. The directory is itself a file accessible by various file management routines. ഡയറക്ടറി എന്ന് പറയുന്നതും കമ്പ്യൂട്ടർ സംബന്ധിച്ചിടത്തോളം അതും ഒരു ഫയൽ തന്നെ. പക്ഷെ അതിന് പ്രത്യേകം കുറെ ഫയൽ മാനേജ്മെന്റ് ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്ടറിക്കകത്തുള്ള ഇൻഫർമേഷൻ ആണ് നെയിം ഉണ്ടാകാം, ടൈപ്പ് ഉണ്ടാകും, അഡ്രസ് ഉണ്ടാകും, കറണ്ട് ലെങ്ത് ഉണ്ടാകും, മാക്സിമം ലെങ്ത്, ഡേറ്റ ലാസ്റ്റ് ആക്സസ്, ഡേറ്റ ലാസ്റ്റ് അപ്ഡേറ്റഡ്, ഓണർഷിപ്പ് ഐ ഡി, ഇത്തരത്തിലുള്ള ഇവയെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, ഡയറക്ടറിയുടെ ആട്രിബ്യൂട്ടുകൾ. ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ ഫയലിലെ പോലെ തന്നെ പ്രത്യേകം ആട്രിബ്യൂട്ടുകൾ ഡയറക്ടറിക്ക് ബാധകമാണെന്ന് കാണാനായിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ഫയലിലും ആപ്ലിക്കബിൾ ആയിരുന്നു. നെയിമും ടൈപ്പും ഒക്കെ അവിടെയും ഉണ്ടായിരുന്നു, ലെങ്ത് ഉണ്ടായിരുന്നു, ഡേറ്റ് ആക്സസ് ഉണ്ടായിരുന്നു, ഓണർ ഐ ഡി അല്ലെ, യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഡയറക്ടറിയിൽ നടക്കാൻ പോകുന്ന ഓപ്പറേഷൻസ് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സെർച്ച് ഫോർ എ ഫയൽ. ഒരു ഡയറക്ടറിക്കകത്ത് കുറെ ഫയൽസ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐ വോണ്ട് ടു സെർച്ച് ഫോർ എ ഫയൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡയറക്ടറി. രണ്ട്, ക്രിയേറ്റ് എ ഫയൽ. നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം ഒരു ഡയറക്ടറിക്കകത്ത്, യു ക്യാൻ ഡു ദാറ്റ്. ഡെലീറ്റ് എ ഫയൽ ചെയ്യാം. ഒരു ഡയറക്ടറിക്കകത്തുള്ള ഫയൽസ് എല്ലാം ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പോസിബിലിറ്റി ഉണ്ട്. റീനെയിം എ ഫയൽ പോസിബിലിറ്റി ഉണ്ട്. ട്രാവേഴ്സ് എ ഫയൽ സിസ്റ്റം. ഒരു ഡയറക്ടറിക്കകത്തുള്ള മൊത്തം ഫയലുകളുമായിട്ട് എന്തൊക്കെ ഫയലുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ യു ക്യാൻ മേക്ക് എ ട്രാവേഴ്സൽ. ഡയറക്ടറീസ് സൂക്ഷിക്കുന്നത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറേ എഫിഷ്യൻസി അല്ലെ, വളരെ വേഗതയിൽ നമുക്ക് ഒരു ഫയൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു, വളരെ ക്വിക്കായിട്ട്. പിന്നെ രണ്ട്, ഒരേ നെയിം തന്നെ നമുക്ക് പല യൂസേഴ്സിന് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ഡയറക്ടറി അല്ല എങ്കിൽ, ഒറ്റ ഡയറക്ടറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി ഇല്ല. ഒരേ പേര് രണ്ട് സ്ഥലങ്ങളിൽ കൊടുക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിക്കും സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളെയും ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് ഡയറക്ടറി ഉണ്ടാക്കുന്നു, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ, അല്ലെങ്കിൽ ഫസ്റ്റ് സം സെക്കൻഡ് സം. സ്വാഭാവികമായിട്ട് ഈ രണ്ട് സെമസ്റ്ററിലെ ഇന്റേണൽ മാർക്കും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഫയലിനെയും ഒരേ ഫയലിനെയും തന്നെ ആയിരിക്കും രണ്ട് ഡയറക്ടറിക്കകത്ത്. പക്ഷെ ഒറ്റ ഡയറക്ടറി ആയിരുന്നെങ്കിൽ ഇതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്നില്ല എന്ന് കാണാൻ കഴിയും. ഇപ്പൊ നെയിമിങ്ങിനകത്ത് നമുക്ക് ഒരേ പേര് തന്നെ പല ഡിഫറെന്റ് യൂസേഴ്സിന് ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് ലോജിക്കൽ ഗ്രൂപ്പിംഗ് നമുക്ക് സാധ്യത ഉണ്ടാകും. നമുക്ക് ഒരു പർപ്പസിനുള്ള പ്രോഗ്രാംസിനെ മുഴുവനും നമുക്ക് ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിംഗും പോസിബിലിറ്റി ഉണ്ട്. ഡയറക്ടറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന സിംഗിൾ ലെവൽ ഡയറക്ടറി. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡയറക്ടറി ഒന്നുമില്ല, ഒറ്റ ഫോൾഡറിനകത്ത് ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം യൂസർ കനോട്ട് ഹാവ് സെയിം നെയിം ഫോർ ടു ഫയൽസ്. രണ്ട് ഫയൽ ഒരേ നെയിം വരാൻ പറ്റത്തില്ല. ഗ്രൂപ്പിംഗ്, യൂസേഴ്സ് കനോട്ട് ഗ്രൂപ്പ് ഫയൽസ് അക്കോർഡിംഗ് ടു ദെയർ നെയിം. സിംഗിൾ ലെവൽ ഡയറക്ടറിക്കകത്ത് അത് പറ്റില്ല എന്നുള്ളതാണ്. ടു ലെവൽ ഡയറക്ടറിക്കകത്ത് വരുന്ന സമയത്ത് മാസ്റ്റർ ഫയൽ ഡയറക്ടറി കാണും, പിന്നെ ഓരോ യൂസറിനും പ്രത്യേകം ഡയറക്ടറി ഇവിടെ കാണുന്നവരെ കാണാനായിട്ട് കഴിയും. ഡോഗ് DTR ഡോഗ് എന്ന് പറയുന്ന ഫയൽ ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ അതേ ഫയൽ നെയിം ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. എ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, പ്രശ്നമില്ല. സെയിം ഫയൽ നെയിം ക്യാൻ ബി യൂസ്ഡ് in two different directories, that is possible. So here അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഡയറക്ടറി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ഇവിടെ വേറൊരു ആവശ്യം വരും, പാത്ത് നമ്മൾ അറിയണം. ഒരു ഫയലിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു പ്രത്യേക പാത്ത് ഉണ്ട്. ഇപ്പം ഇതൊരു രണ്ട് ലെവലിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിന് പാത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് പാത്ത് പറയണം, ഏത് വഴിക്കാണ് ഈ ഇതിലേക്ക് എത്തേണ്ടത്. യൂസർ 1 ഡോഗ് ഈ ഫയലിൽ എത്തണം, അതാണ് അതിന്റെ റൂട്ട്. അത്തരത്തിൽ റൂട്ട് പറയേണ്ടതായിട്ട് വരും. We can have same file name for different users. Searching up is efficient. ഇവിടെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആവുന്നു സെർച്ച്. ഇത് നമ്മൾ ട്രീ സ്ട്രക്ചർ ഡയറക്ടറിയിൽ പോകുന്നു. ട്രീ സ്ട്രക്ചർ ഡയറക്ടറിയിൽ ട്രീ പോലെ തന്നെ ഡയറക്ടറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. സെർച്ചിങ് വളരെ എളുപ്പമാവുന്നു. ഗ്രൂപ്പിംഗ് അല്ലെ കാപ്പബിലിറ്റി ഉണ്ടാവുന്നു. ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് റിലേറ്റീവ് പാത്ത് നെയിമും ഫയലിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അബ്സല്യൂട്ട് പാത്ത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ്, ഈ ഫയലിലേക്കാണ് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അബ്സല്യൂട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ ADOGIMP എന്നിട്ട് ഈ ഫയലിലേക്ക്, ഇതാണ് അബ്സല്യൂട്ട് പാത്ത്. പക്ഷെ സപ്പോസ് നിങ്ങളുടെ
പോയിന്റർ ഇപ്പോഴും ഈ ഡോഗ് എന്ന് പറയുന്ന ഫയൽ ഈ ഫയൽ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള പാത്ത് പറഞ്ഞാൽ ഡോഗ് AMP ഫയൽ എ മുതൽ തുടങ്ങേണ്ട കാര്യമില്ല. അബ്സല്യൂട്ട് അഡ്രസ് റൂട്ട് മുതൽ പറയുന്ന അഡ്രസ്സും റിലേറ്റീവ് അഡ്രസ്സും നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ആ ഫയലിലേക്കുള്ള ദൂരം അത് ആ പാത്തിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് റിലേറ്റീവ് അഡ്രസ്. പിന്നെ വരുന്നതാണ് ജനറൽ ഗ്രാഫ് ഡയറക്ടറി. നേരത്തെ പറഞ്ഞ 3 മോഡലിനകത്ത് നമുക്ക് സൈക്കിൾസ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ജനറൽ ഗ്രാഫ് ഡയറക്ടറി സ്ട്രക്ചറിനകത്ത് സൈക്കിൾസ് അലവാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ U3 കഴിഞ്ഞ D7 വരുന്നു, അടുത്ത് ഇവിടെ വന്നിട്ട് ഇതൊരു സൈക്കിൾ ആവുന്നു. ഒരു സൈക്കിൾ അല്ലെ ഗ്രാഫ്. അപ്പൊ ഇവിടെ U1 U2 ഇങ്ങനെ വന്നിട്ട് ഗ്രൂപ്പ് ആവുന്നു, ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. അപ്പോഴങ്ങനെ നമുക്ക് സൈക്കിൾസ് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് U2 നിന്ന് എനിക്ക് D2 D4 വരുന്നു, D9 വരുന്നു, D3 വന്നു അല്ലെ. ഈ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള സൈക്കിൾസ്. അവിടെ വേറെ മൾട്ടിപ്പിൾ ഡയറക്ടറീസ് ക്യാൻ ബി ഡിറൈവ്ഡ്. അവിടെ ഒരു സ്ഥലത്തിലേക്ക് പല പാത്ത് ഉണ്ടാവും. എന്നാലോചിച്ച് ഈ D9 ആക്സസ് ചെയ്യാനായിട്ട് എനിക്ക് U2 D4 നിന്ന് വരാം, U1 D3 നിന്ന് എനിക്ക് D9 എത്താം. മൾട്ടിപ്പിൾ പാത്ത് ഇവിടെ ഉണ്ടാവുന്നു. The main problem with this kind of directory structure is to calculate the total size of space that is taken by the file and directory. അപ്പോൾ അതും ഇവിടെ മൾട്ടിപ്പിൾ പാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടോട്ടൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അവസാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ എത്തുന്നത് ഫയൽ ഷെയറിങ്ങിനെ പറ്റിയിട്ടാണ്. ഷെയറിംഗ് ഓഫ് ഫയൽസ് ഓൺ മൾട്ടിപ്പിൾ യൂസർ സിസ്റ്റം ഈസ് ഡിസൈറബിൾ. സാധാരണയായിട്ട് നമുക്കറിയാം ഒരു സിസ്റ്റത്തിനകത്ത് ഒന്നിലധികം യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഷെയറിംഗ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഷെയറിംഗ് നടത്തുന്നത് പ്രൊട്ടക്ഷൻ സ്കീം ഉപയോഗിച്ചിട്ടാണ്. ഓൺ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഫയൽസ് മേ ബി ഷെയർഡ് അക്രോസ് നെറ്റ്വർക്കിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്റെ സിസ്റ്റത്തിലെ ഒരു ഫയൽ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അയാൾക്ക് എന്റെ സിസ്റ്റത്തിലുള്ള ഫയൽ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം NFS is a common distributed file sharing method. If multiple user system അതുപോലെ മൾട്ടിപ്പിൾ യൂസർ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ഐഡന്റിഫൈ യൂസേഴ്സ് അലൗവിംഗ് പെർമിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി പെർ യൂസർ അല്ലെ. ഓരോ യൂസർക്കും പ്രത്യേക പെർമിഷനും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കേണ്ടി വരും. ഗ്രൂപ്പ് ID നമുക്ക് കൊടുക്കാം. ഗ്രൂപ്പ് IDയിലൂടെ നമുക്ക് മൾട്ടി യൂസർ സിസ്റ്റത്തിൽ നമുക്ക് ഫയൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഗ്രൂപ്പ് ID കൊടുക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മുഴുവനും ഒരു ആക്സസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഓണർ ഓഫ് എ ഫയൽ ആൻഡ് ഡയറക്ടറി, ഒരു ഫയലിന്റെ ഓണർക്കും ഡയറക്ടറിയുടെ ഓണർക്കും നമുക്ക് ആക്സസ് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഗ്രൂപ്പ് ഓഫ് എ ഫയൽ ഡയറക്ടറിക്ക് നമുക്ക് മൾട്ടി യൂസർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഫയൽ ഷെയറിങ് സാധിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഈ ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ചോദിക്കുന്നുണ്ട്. ഫയൽ ടൈപ്സ് ഓഫ് ഫയൽ ചോദിക്കാം, ഫയൽ ആക്സസിംഗ് മെത്തേഡ് ചോദിക്കാം, ഫയൽ ഓപ്പറേഷൻസ് ചോദിക്കാം, ചിലപ്പോൾ ഫയൽ ഷെയറിങ്ങിനെ പറ്റി 2 മാർക്കിന് ചോദിക്കാം. ഇവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പോവുക. Right? Thank you so much for your patient listening.